ഏറ്റവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാഭിഷേകത്തോട് അനുബന്ധിച്ചായിട്ട് നമ്മൾ ചൊല്ലിക്കുന്ന നൊവേനയുടെ 5-ാം ദിവസമാണിന്ന്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെ എല്ലാ മക്കളിലും വന്ന് നിറയണമേ, എല്ലാ ജീവിതങ്ങളെയും അവിടുന്ന് കൃപയാൽ ജ്വലിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ വരണമേ, അങ്ങയുടെ വിശ്വസ്തതയുടെയും സ്നേഹത്തിന്റെയും അഗ്നിയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിക്കണമേ. പിതാവേ, അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാവിന്റെ വെളിച്ചത്താൽ അങ്ങ് നയിക്കുമല്ലോ. അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ. അങ്ങേ ദിവ്യ പ്രചോദനത്താൽ സത്യത്തെ തിരിച്ചറിയാനും നല്ലത് രുചിച്ചറിയാനും എപ്പോഴും സാന്ത്വനത്തിന്റെ പരിമളം അനുഭവിക്കാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ. കർത്താവായ ഈശോ മിശിഹ വഴി പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ലോകസ്ഥാപനം മുതൽ അങ്ങേ ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവെ, ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. സഖ്യനൂട്ടിശാലിയ ദാഹത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെയും സ്ലീഹന്മാരുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവെ, ഈ സമൂഹത്തിന്റെ മേലും ഇറങ്ങി വരണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ. അവിടുത്തെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും ആത്മാവെ, പിതാവിന്റെയും പുത്രന്റെയും ആത്മാവെ, ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹാനുഭവത്തിലും വിശ്വാസത്തിലും വളരാൻ ആവശ്യമായ കൃപ തരണമേ. ആമേൻ. ഇന്നത്തെ വചനഭാഗം 1 Corinthians chapter 14 verses 1-5. സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അതേസമയം ആത്മീയ ദാനങ്ങൾക്കായി പ്രത്യേകിച്ച് പ്രവചനപരത്തിനായ തീഷ്ണതയോടെ ആഗ്രഹിക്കുമെൻ. ഭാഷാപരമുള്ളവർ മനുഷ്യരോടല്ല ദൈവത്തോടാണ് സംസാരിക്കുന്നവർ. പറയുന്നത് ആരും ഗ്രഹിക്കുന്നില്ല. അവൻ ആത്മാവിനെ പ്രചോദിതനായ രഹസ്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു. നേരെ മറിച്ച് പ്രവചിക്കുന്നവൻ മനുഷ്യരോട് സംസാരിക്കുന്നു. അത് അവരുടെ ഉത്കർഷത്തിനും പ്രോത്സാഹനത്തിനും ആശ്വാസത്തിനും ഉപകരിക്കുന്നു. ഭാഷാപരത്തോടെ സംസാരിക്കുന്നവൻ തനിക്ക് തന്നെ അഭിവൃദ്ധി കൈവരുത്തുന്നു. പ്രവചിക്കുന്നവനാകട്ടെ സഭയ്ക്കും. നിങ്ങളെല്ലാവരും ഭാഷാപരത്തോടെ സംസാരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾ പ്രവചിക്കുന്നെങ്കിൽ അത് കൂടുതൽ ഉത്തമം. ഭാഷാപരമുള്ളവന്റെ വാക്കുകൾ സഭയുടെ ഉത്കർഷം ഉതകും വിധം ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ പ്രവചിക്കുന്നവനാണ് അവനേക്കാൾ വലിയവൻ. മധ്യസ്ഥ പ്രാർത്ഥന. നമുക്കെല്ലാവർക്കും വിശ്വാസത്തോടും ഭക്തിയോടും കൂടെ പരിശുദ്ധാത്മാവിനോട് അറിവ് എന്ന ദാനം തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ ശക്തിയെക്കുറിച്ചുള്ള തിരിച്ചറിവുണ്ടാകുമ്പോൾ മനുഷ്യന്റെ നിസ്സാരത വെളിപ്പെടുന്നു. ജീവിത പ്രതിസന്ധികളിൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹവും കരുതലും തിരിച്ചറിയുമ്പോഴാണ് എല്ലായ്പ്പോഴും അവിടുത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. അവിടുത്തെ കരങ്ങളിലെ ഉപകരണം മാത്രമാണ് നാം എന്ന ഈ പരിശുദ്ധാത്മദാനം നമ്മെ ബോധ്യപ്പെടുത്തുന്നു. എല്ലാത്തിനേക്കാളും ഉപരി ദൈവവുമായുള്ള ബന്ധത്തിന് വില കൽപ്പിക്കുന്നവൻ അറിവാകുന്ന രൂപി സ്വന്തമാക്കുന്നു. കർത്താവെ, അറിവെന്ന പരിശുദ്ധാത്മദാനം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്ന് ഈശോയെപ്പോലെ ഞങ്ങളെ വളരാനായി കർത്താവെ, അറിവെന്ന പരിശുദ്ധാത്മദാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ലൗകിക സുഖങ്ങളുടെ നിസ്സാരത തിരിച്ചറിഞ്ഞ് ജീവിക്കാനായി കർത്താവെ, അറിവെന്ന പരിശുദ്ധാത്മദാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ ബുദ്ധിയും മനസ്സും അങ്ങയുടെ ദാനങ്ങളാണെന്ന തിരിച്ചറിവ് ജീവിക്കാനായി കർത്താവെ, അറിവെന്ന പരിശുദ്ധാത്മദാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. എല്ലായ്പ്പോഴും ദൈവസ്വരം തിരിച്ചറിഞ്ഞ് ആനന്ദകരമായി ജീവിക്കുന്നതിന് കർത്താവെ, അറിവെന്ന പരിശുദ്ധാത്മദാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. വചനത്തിൽ അധിഷ്ഠിതമായ ജീവിതശൈലിക്ക് ഉടമയാകാൻ കർത്താവെ, അറിവെന്ന പരിശുദ്ധാത്മദാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. ദൈവരാജ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ ജീസസ് യൂത്തിനും മിഷണറിയുടെ സഹിഷ്ണുതയുണ്ടാകാനേ കർത്താവെ, അറിവെന്ന പരിശുദ്ധാത്മദാനത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. സമാപന പ്രാർത്ഥന. ഓ ദൈവമേ, ദയ എന്ന പരിശുദ്ധാത്മഫലത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ. മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കാനും നന്മ ചെയ്യുന്നതിൽ സന്തോഷിക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ. ഞങ്ങൾക്കുള്ളത് ആവശ്യകരമായ സന്തോഷത്തോടെ പങ്കുവയ്ക്കാനും ആരെയും പുച്ഛിക്കാതെ മുറിപ്പെടുത്താതെ എല്ലാവരുടെയും നന്മ കാണാനും വേദനിപ്പിക്കുന്നവരുടെ നിരുപാധികം ക്ഷമിക്കാനും ഞങ്ങളെ ശക്തരാക്കണമേ. എല്ലായ്പ്പോഴും എല്ലാവരോടും ദയയോടെ വർത്തിക്കാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് കർത്താവായ ഈശോ മിശിഹ വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ കൃപയാൽ കാനഡയിലുള്ള പെന്തക്കോസ്ത് ഒരുക്ക തപസ്സ് ധ്യാനം കഴിഞ്ഞ് ഞാൻ ഇന്ന് UK എഡ്മണ്ടൺ എയർപോർട്ടിൽ നിന്ന് തിരിച്ചു പോരുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഒത്തിരി നന്ദി. നമുക്കറിയാം 5-ാം തീയതി തൊട്ട് 8-ാം തീയതി വരെ UK താമസിച്ചുള്ള 216 പേരുടെ ധ്യാനം നടക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് ചോദിക്കുന്നു. ദൈവത്തിന്റെ മഹാകരുണയാൽ എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടുവാൻ, ദൈവത്തിന്റെ മഹാകരുണയാൽ എല്ലാ മക്കളും ദൈവത്തിന്റെ വലിയ കൃപകൾ നിറയപ്പെടുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് ഒരുമിച്ച് പെന്തക്കോസ്തായുടെ വലിയ അനോയിന്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവെ, ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളിലേക്ക് ഈശോയുടെ കാരുണ്യം ഒഴുകട്ടെ. പ്രാർത്ഥിക്കാൻ പറ്റാത്തവരുണ്ട്, രോഗപീഠങ്ങൾ കടന്നു പോകുന്നവരുണ്ട്,
കുടുംബജീവിതത്തിൽ തകർച്ചയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അങ്ങനെ എല്ലാ വിധത്തിലും വേദനിക്കുന്ന എല്ലാവരെയും ഈശോയുടെ കരങ്ങളിലൂടെ നമുക്ക് സമർപ്പിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ യാത്രയും അനുഗ്രഹമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ.